ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കാണിക്കട്ടെ. അതായത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടിട്ട് ഞാൻ വായിക്കാം എന്താണെന്നുള്ളത്. ഇതാദ്യം കണ്ടു നോക്കിയേ. മറ്റതൊക്കെ എങ്ങനെ പറയുന്ന കാശ് തരും. ഇത് കന്നഡയാണോ വായിക്കുന്നത്? മലയാളം എനിക്ക് ഞാൻ കാണുന്നില്ല. വായിക്കാം. മറ്റേതൊക്കെയോ എങ്ങനെ മറ്റേതൊക്കെ എങ്ങനെ, അതായത് വേറെ എന്തൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. പറയുന്ന കാശ് തരും, എനിക്ക് ഓഫറുകളുടെ പെരുമഴ. തീർച്ചയായിട്ടും ഇത് ഞാൻ മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്നത് ഇങ്ങനെയാണ്. എന്നെ ഇതുപോലെ ഫോട്ടോഷൂട്ട് ഉണ്ട്, റേറ്റ് എത്രയാണ് ചോദിക്കുന്നത്? അതെ, പച്ചയ്ക്ക് ചോദിച്ചാൽ റേറ്റ് എത്രയാണോ ചോദിക്കുന്നത്. എന്താ ഫോട്ടോഷൂട്ടുള്ള റേറ്റ് ആണോ? ഫോട്ടോഷൂട്ടിനുള്ള റേറ്റ് ആയിരിക്കത്തില്ലല്ലോ മേ ബി. അവർ പറയുന്നത് അവരുടെ നമ്മൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫോട്ടോഷൂട്ടുണ്ട്, ഇന്ന ഒരു റിസോർട്ടിൻ്റെ വർക്കാണ്, ഇന്നാണ്, ഒന്ന് ഇത് ചെയ്യാമോ. നമ്മൾ നമുക്ക് ജെന്യുവൻലി ഒരു വർക്ക് വന്നു, നമ്മൾ ഈ വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ സംസാരിച്ച് വരുമ്പോഴേക്കും ലാസ്റ്റ് ഇവരുടെ ചോദ്യം വരുന്നത് ഇതാണ്. അത് പിന്നെ എങ്ങനെയാ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ. സ്വാഭാവികമായിട്ടും നമ്മളപ്പോൾ തിരിച്ചു ചോദിക്കുക, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് അത്. നമ്മൾ ഇത്രയും വലിയ വർക്കൊക്കെ തരുമ്പോൾ നമ്മളെയും കൂടെ ഒന്ന് പരിഗണിച്ചുകൂടെ, എങ്ങനെയാ അതിനും കൂടെ ചേർത്ത് വേണം നമ്മൾ പേയ്മെൻ്റൊക്കെ കറക്റ്റ് ചെയ്ത് തരാം. അങ്ങനെ വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ മോഡലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിലും വിട്ടിപ്പോൾ ഒരു വർഷമായിട്ട് മാറി നിൽക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പാഷൻ എന്ന് പറയുന്നത്. അത് എനിക്ക് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ എനിക്ക് എൻ്റെ കരിയർ എനിക്ക് വളരെ ഉയരത്തിൽ കൊണ്ടുപോകാമായിരുന്നു. ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ഒരുപാട് ഫിലിംസിൻ്റെ ആണെങ്കിലും മോഡലിങ്ങിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ലെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പതിവ്രതയായിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒരു രീതിക്ക് ചിന്തിച്ചിട്ടുമല്ല, ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇപ്പം ഞാൻ അങ്ങനെ ഒരു വർക്ക് പോയി ചെയ്തു, ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു വർക്ക് പോയി ചെയ്തു കഴിഞ്ഞിട്ട് എന്നെ അടുത്തൊരു വർക്കിനും ആ ഒരു രീതിക്ക് തന്നെ 1-2 വർക്ക് അല്ലെ ഒരു 3-4 വർക്ക് എനിക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അത് കഴിയുമ്പോഴത്തേന് ഇൻഡസ്ട്രിയിൽ മൊത്തം അറിഞ്ഞിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ഇവർ റെഡിയാണ്. അപ്പോൾ എനിക്ക് ഒരു 10 വർക്ക് കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലിരിക്കണം. അതേസമയം എൻ്റെ കഴിവ് കണ്ടിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് എന്താ പറയുക മോഡലിംഗ് ഷൂട്ടിന് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്, ഞാൻ റാമ്പിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കഴിവ് കണ്ടിട്ട് എന്നെ വിളിക്കുന്നവർ ആ കുട്ടി നന്നായിട്ട് ചെയ്യും, ആ കുട്ടി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് നമുക്ക് ഈ ക്യാരക്ടർ കൊടുക്കാം, നമ്മുടെ ക്യാരക്ടറിന് അവർ ആപ്റ്റാണ്, അങ്ങനെ വിളിക്കുന്നതും ഈ രണ്ടും തമ്മിൽ ആനയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിലോ നമ്മുടെ കഴിവ് തന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഒരിക്കലും നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് പറ്റത്തില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് കിട്ടും, കുറേ കാശ് കിട്ടും, കുറേ ചാൻസ് കിട്ടും. അതല്ലാതെ നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്ന അഭിനയങ്ങൾ ലാസ്റ്റ് ചെയ്യുമോ? ഒരിക്കലും ലാസ്റ്റ് ചെയ്തില്ല. അതന്നെയല്ല ഞാൻ പറഞ്ഞത്, കൂടിപ്പോയൊരു 10 വർക്ക് അല്ലെ ഒരു 15 വർക്ക്, അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇടയ്ക്ക് നമ്മൾ ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ് ബിഹൈൻഡ് ദ ക്യാമറ സംസാരിച്ച് ഏതൊരു ചാനലിനെ കുറിച്ച് സംസാരിക്കണം. അതെന്താണ് സംഭവം? ആക്ച്വലി എൻ്റെ ഒരു സ്പീച്ചിന് വേണ്ടിയിട്ട് ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പോലെ ചെയ്യുന്ന ഒരു സംഭവം ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഒരു ചാനൽ എന്നെ ഒരു സ്പീച്ചിന് വേണ്ടി വിളിച്ചു. നമ്മളവിടെ ചെന്നു. നമ്മളിപ്പോൾ സാറ്റലൈറ്റ് ചാനലാണോ? ഈ നമ്മുടെ ഓൺലൈൻ ചാനലാണ്. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരുപാട് വലിയ ചാനലാണ്. ചാനലിൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എന്നെ വിളിച്ചു. ഞാനിത് ഒരുപാട് ഇതുപോലെയുള്ള ചാനലുകൾക്കുള്ള ഒരു റിക്വസ്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എനിക്കൊരു കോസ്റ്റ്യൂം എടുക്കണം, ഞാൻ മേക്കപ്പ് ചെയ്യണം, ഞാൻ അവിടെ നിന്ന് ട്രാവലിംഗ് ചെയ്ത് വരണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ അവിടെ ചെന്നു, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പീച്ച് കൊടുത്തു, ഞാൻ അതെല്ലാം ചെയ്ത് എനിക്ക് തോന്നുന്നു സ്പീച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് അതെല്ലാം ചെയ്ത് അവർ ഒരു മണിക്കൂർ നമ്മുടെ സ്പീച്ച് നമ്മൾ പിന്നെ സ്പീച്ച് ചെയ്തു എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ സ്പീച്ചിന് തന്നെ കുറയത്. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് ഔട്ട് ചോദിക്കുമ്പോൾ അവർ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവർ പറയണം അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്ന ഒരു രീതി. അതായത് ഇപ്പോൾ എനിക്കത് ഇവിടെ തുറന്ന് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ള പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിലൊരു ചുമ്മാ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ
ഞാൻ ഇങ്ങനെ എനിക്ക് ഓഫേഴ്സ് വേണം, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വേണം, എന്നെ 4 പേര് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസ് കിട്ടണം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ അത്രമാത്രം ആഗ്രഹത്തിൽ നമ്മൾ അത്രമാത്രം എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ പോയി നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ സ്പീച്ച് ചെയ്ത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഭവം കിട്ടാതാകുമ്പോൾ ഒരു വിഷമം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വലുതായിരുന്നു. കാരണം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എൻ്റെ ആ ഒരു സ്പീച്ച് എനിക്ക് വെളിയിൽ വരാൻ പറ്റിയില്ലല്ലോ, വെളിയിൽ അവർ ഇട്ടില്ലല്ലോ എന്ന്. അത് ഞാൻ അവർ എന്നോട് വളരെ ചെറിയ റീസൺ, അതിൻ്റെ അകത്ത് എഡിറ്റിങ്ങിൽ എന്തോ ചെറിയൊരു ഇതുണ്ടായിരുന്നു, പിന്നെ നമ്മൾ സംസാരിച്ചത് അത്ര ശരിയായിട്ടില്ല, എന്തൊക്കെയോ ചെറിയ ചെറിയ റീസൺസ് പറഞ്ഞിട്ട് അവർ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് പ്രതികരിക്കാൻ ഇപ്പം ഇതാണ് എൻ്റെ പ്രതികരണം. കാരണം എനിക്കൊരു പ്ലാറ്റ്ഫോം വേണ്ടേ, എനിക്കൊരു പ്ലാറ്റ്ഫോം വേണ്ടേ. പ്ലാറ്റ്ഫോം തന്നിരിക്കുകയാണ്, ചാനൽ ഏതാ ധൈര്യമായിട്ട് പറയാം. അല്ല അവര് പൈസ ചീറ്റ് ചെയ്യുന്നല്ലോ, അവർ ഔട്ട് ഇറക്കിയില്ല. അപ്പൊ ആ ചാനൽ ജോഷ് ടോക്ക് ആണ്. ഞാൻ എന്നെക്കാട്ടിയും വളരെ മോശമായിട്ട് സംസാരിച്ച് എൻ്റെ ഇൻ്റർവ്യൂസിനെക്കാട്ടി എൻ്റെ ഇതിനെക്കാട്ടി സ്പീച്ചിനെക്കാട്ടിയും വളരെ മോശമായിട്ട് ഒരു കണ്ടൻറ്റും ഇല്ലാത്ത പല സ്പീച്ചുകളും അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സ്ട്രഗിളിങ്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കയറി വന്ന രീതി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ പറയാത്ത പല കാര്യങ്ങളും കൂടി ഞാൻ ആ സ്പീച്ചിൻ്റെ അകത്ത് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ എന്താ പറയുക ഒരു ക്രൈം ഫീൽഡിൽ വരെ എത്തിയിട്ടുള്ള ഒരു സംഭവങ്ങൾ വരെ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്പീച്ച് അവർ ഇടാതായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അത് എനിക്ക് ഇനിയും വരുന്ന ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ വരുന്ന ഓരോ കുട്ടികളും വരുന്നത് അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അവർ അത്രമാത്രം ആഗ്രഹത്തോടെ വരുന്നതാണ്, അത്രമാത്രം എന്താ പറയുക അവർക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും ഓരോ പ്ലാറ്റ്ഫോം. ഇപ്പം ഞാനിവിടെ വന്ന് ഇൻ്റർവ്യൂ വരുന്നു, എൻ്റെ ഇൻ്റർവ്യൂ ഒരു 100 പേര് അല്ല ഒരു 1000 പേര് ഒരു ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ എന്നെ ആ 1 ലക്ഷം പേര് അറിയപ്പെടുകയാണ്. നിങ്ങൾക്ക് വെറും ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ കാരിയറിൻ്റെ ഒരു ചവിട്ടുപടിയാണ്. അപ്പോൾ എന്നെ ഈ 100 പേരല്ലേ 1 ലക്ഷം പേര് എന്നെ അറിയപ്പെടും, അവരിലേക്ക് ഞാൻ എത്തുമ്പോൾ അതെന്നെ എന്താ പറയുക കുറച്ചുകൂടെ വൈഡാക്കി ഞാനെന്നൊരു 1 ലക്ഷം പേര് ഞങ്ങളെ അറിയൂ. അന്നേരം ചാനലിന് റീച്ചാണ് 1 ലക്ഷം പേരിലേക്ക് പോകുന്നത്. ഇപ്പൊ ഇതുപോലെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പം അത് അങ്ങനെയുള്ള കുട്ടികളെ ഒരു എന്താ പറയുക ഒരിക്കലും താഴ്ത്തി കളയരുതെന്നാണ്. ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇനിയെങ്കിലും അവരിറക്കാഞ്ഞതിനകത്ത് ഈ പറഞ്ഞ കാരണമുള്ള മറ്റേതെങ്കിലും ഈ പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി ആഗ്രഹിച്ചിരുന്നവര് എനിക്കൊന്നും എനിക്കറിയില്ല. എനിക്കറിയില്ല. അതിന് ഞാൻ അവരോട് ഞാൻ സംസാരിച്ചിടത്തോളം എന്നെ ബന്ധപ്പെട്ട ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി വളരെ സില്ലി ആയിട്ടുള്ള റീസൺസ് പറഞ്ഞിട്ടാണ് പുള്ളി എൻ്റെ ഇന്റർവ്യൂ വെളിയിൽ ഇറങ്ങുന്നില്ല എന്തോ പറഞ്ഞല്ലോ, ക്രൈമിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അല്ലേ? അതൊക്കെ അങ്ങനെ വല്ലതും എന്തൊരു ക്രൈം അല്ല ക്രൈയിങ് അവസ്ഥ വരെ വന്നിട്ടുണ്ട്. കിളി പോയിരിക്കുക, അതായത് പ്രാങ്ക് കിട്ടിയോണ്ട്